ഹായ് നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നാർസിസിസ്റ്റുകൾക്ക് കർമ്മയുണ്ടോ എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യത്തിന്റെ ഉത്തരമായിട്ട് നമ്മൾ ചെയ്യുന്ന വീഡിയോയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എപ്പോഴും നമ്മൾ വീഡിയോകളിൽ ചെയ്യുന്ന സമയത്ത് കമന്റ് സെക്ഷനിലൊക്കെ ചോദിക്കുന്നതാണ്, ഇവർ ചെയ്തതിന് തിരിച്ചു കിട്ടുമോ, ഇവർക്ക് ഈ കർമ്മയുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഈ കർമ്മ എന്ന് പറയുന്ന നാർസിസിസ്റ്റിന്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആണോ എന്നുള്ള ഒരു ചോദ്യവും ചിന്തയും ഒക്കെ ഒരുപാട് പേര് പറയുകയും ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളൊരു ഡീപ്പായിട്ടുള്ള വേദനയിൽ നിന്നുമാണ് ഈ ചോദ്യം വരുന്നത്. കാരണം നമ്മൾ ജെന്യുവൻ ആയിട്ടുള്ള വിക്ടിംസ് ആണ്. പല വിക്ടിംസ് ആയിട്ടുള്ള ആൾക്കാരെല്ലാവരും വളരെ എംപാത്സ് ആയിട്ടുള്ള ജെന്യുവൻ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ നല്ല പ്രവൃത്തികൾ ജീവിതത്തിൽ ചെയ്തിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരാൾ നമ്മുടെ ലൈഫിലേക്ക് വന്നു, എന്തുകൊണ്ട് ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ചു, അല്ലെങ്കിൽ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമുക്ക് തന്ന ഒരു ജീവിതത്തിൽ നല്ലത് മാത്രം ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന നമുക്ക് ഇത്രയും മോശം കാര്യങ്ങൾ തന്ന ഒരാളിനെ എന്തുകൊണ്ട് ഈ കർമ്മ പണിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ദൈവം പണിഷ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് തിരിച്ചു കിട്ടുന്നില്ല. അത് ഇത്രയും എന്നെ പണിഷ് ചെയ്തിട്ടും അയാൾ ഇപ്പോഴും സുഖമായിട്ടിരിക്കുന്നു, അയാൾ ഇപ്പോഴും സന്തോഷത്തോടെ വേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ നമ്മളെ ഒരുപാടധികം അലട്ടുകയും ആ അലട്ടലിൽ നിന്നുമാണ് ഈ ചോദ്യം തന്നെ വരുന്നത്. ഇന്ന് നമ്മൾ കർമ്മ എന്ന് പറയുന്ന ഈ ഒരു കാര്യത്തെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് അത് നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ ഒരു പെർസ്പെക്റ്റീവിൽ നമ്മളിപ്പോൾ അതിനെ നോക്കിക്കാണുകയാണ്. കാരണം ഇവിടെ നമ്മൾ നാർസിസിസ്റ്റിന് ഇവഞ്ച്വലി സംഭവിക്കുന്ന കർമ്മയെ, അല്ലെങ്കിൽ ഈ കോൺസിക്വൻസ്, അവർ ചെയ്ത കാര്യങ്ങളുടെ കോൺസിക്വൻസിനെ, സയന്റിഫിക് ആയിട്ടുള്ള കോൺസിക്വൻസിനെയും ഈ കർമ്മ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു കോഗ്നിറ്റീവ് ബയസ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടാണല്ലോ. നമുക്ക് ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ട് ഈ കർമ്മ എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളിൽ നാർസിസ്റ്റിക് വിക്ടിംസിൽ വരുന്നത് എന്നത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ നമ്മൾ ഇന്ന് ഈ ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യർ കർമ്മയിൽ വിശ്വസിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ഫാക്ച്വൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് ഈ എല്ലാ മനുഷ്യരിലും ഉള്ള, അല്ലെങ്കിൽ കാണാൻ സാധ്യതയുള്ള ഈ ഒരു കോഗ്നിറ്റീവ് ബയാസ്. ഇതിനെ പറയുന്നത് ജസ്റ്റ് വേൾഡ് ഫാലസി എന്നാണ്, ജസ്റ്റ് വേൾഡ് ഹൈപ്പോത്തിസിസ് എന്നാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിശ്വസിക്കുകയാണ് ഈ ലോകം എന്ന് പറയുന്നത് വളരെ ഫെയർ ആയിട്ടുള്ള, വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് നല്ലത് മാത്രം സംഭവിക്കുന്ന, മോശം കാര്യം ചെയ്യുന്നവർക്ക് മോശം കിട്ടുന്ന ഒരു ലോകമാണ് നമ്മുടെ എന്ന് നമ്മൾ സ്വയം അങ്ങ് വിശ്വസിക്കുകയാണ്. മനുഷ്യരെന്ന രീതിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വിശ്വസിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിന് ഒരു സേഫ് ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് നമുക്കൊരു സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാവുകയും ലോകത്തിന് ഒരു അർത്ഥമുണ്ടെന്നും ജീവിതത്തിന് അർത്ഥമുണ്ടെന്നുള്ളത് ഒരു തോന്നൽ നമ്മളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു. നിങ്ങൾ വളരെ സ്നേഹമുള്ള, എമ്പതറ്റിക് ആയിട്ടുള്ള, ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിട്ട് ജീവിതത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഈ നാർസിസിസ്റ്റ് എന്ന് പറയുന്ന ആൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ഇത്തരത്തിലുള്ള മിസറബിൾ ആയിട്ടുള്ള ഒരു ലൈഫാക്കി നിങ്ങളുടെ ജീവിതം മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ അത്രയും നല്ലതായിട്ട് ജീവിച്ചുകൊണ്ട് പോയി നിങ്ങൾക്ക് ഇത്രയും മോശമായിട്ടുള്ള ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് വന്ന് നിങ്ങളുടെ ജീവിതം താറുമാറാക്കി. ആൻഡ് ആ പേഴ്സൺ വളരെ സന്തോഷിക്കുന്നു, വളരെ അയാളുടെ മേഖലകളിൽ അയാൾ മുന്നോട്ട് പോകുന്നു, അയാൾ മറ്റുള്ളവരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് വിജയിച്ച് മുന്നോട്ട് പോകുന്നു. ഇത് ഈ നിങ്ങളുടെ കർമ്മ എന്ന് പറയുന്ന വിശ്വാസത്തിന് ഏൽക്കുന്ന ഏറ്റവും വലിയ അടിയായിരിക്കും. ഈ കാരണം കൊണ്ട് തന്നെ നമ്മളുടെ മനസ്സിൽ, നമ്മുടെ ബ്രെയിനിൽ ഒരു കോഗ്നിറ്റീവ് ഡിസണൻസ് ഉണ്ടാകുന്നു. അതിനൊരു കോപ്പിംഗ് മെക്കാനിസം എന്ന വണ്ണം നമ്മൾ ഫ്യൂച്ചറിൽ ഈ പറയുന്ന ആൾക്ക്, നമ്മളെ ഉപദ്രവിച്ച ഈ വ്യക്തിക്ക് കർമ്മഫലം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ വിശ്വസിക്കുന്നു. ഇവിടെ നമ്മൾ നമ്മളോട് തന്നെ പറയുകയാണ്, ഇപ്പോൾ ഇയാൾക്ക് കർമ്മ കിട്ടിയില്ലെങ്കിലും ഭാവിയിൽ ഇയാൾക്ക് കർമ്മഫലം ഉണ്ടാവും. ഇയാൾ ഇപ്പോൾ ചെയ്തതിന്റെ പ്രവൃത്തി നാളെ ഇയാൾക്ക് എന്തായാലും ദൈവം കൊടുക്കും, അല്ലെങ്കിൽ ആരെങ്കിലും കൊടുക്കും. ഇങ്ങനെ ത്രാസ് തുല്യമാവും എന്ന് നമ്മൾ വിശ്വസിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ കർമ്മയിൽ വിശ്വസിക്കുന്നത് നമ്മുടെ ഒരു കോപ്പിംഗ് മെക്കാനിസം ആയിട്ടാണ് മാറുന്നത്. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മളിവിടെ അവരിൽ നമുക്ക് കിട്ടിയ ഇൻജസ്റ്റിസ്, നമുക്ക് ഉണ്ടായ ഇത്തരം ദുരനുഭവങ്ങൾക്കുള്ള മറുപടി മറ്റൊരു ശക്തി, മറ്റൊരു വ്യക്തി, അത് ദൈവമോ മറ്റെന്തെങ്കിലുമോ ലോകമോ നേച്ചറോ ഇയാൾക്ക് കൊടുക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ നമ്മൾ ഒരു തരത്തിൽ സൈക്കോളജിക്കലി ഇയാളുമായിട്ട് വീണ്ടും അറ്റാച്ച്ഡ് ആയിട്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ അവിടെ സ്റ്റക്കായി നിന്നിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഇയാൾക്ക് കർമ്മ കിട്ടാനായിട്ട്, ഇയാൾക്ക് കർമ്മഫലം ഉണ്ടാവാനായിട്ട്. അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോൾ, അങ്ങനെ നമ്മൾ അത് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരിക്കലും നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന സമയത്തായിരിക്കില്ല അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള തിരിച്ചടികൾ കിട്ടുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ നമ്മൾ അത്രയും സമയം അവരുടെ ഡൗൺഫാൾ കാണാൻ വേണ്ടി നമ്മൾ അവരിലേക്ക് തന്നെ ഫോക്കസ് കൊടുത്തുകൊണ്ട് നമ്മൾ സമയം വേസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഫാക്ച്വൽ റിയാലിറ്റി എന്താണെന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ ഇതിനെ ആലോചിക്കണം. കാരണം നമ്മളിവിടെ ഈ നാർസിസിസ്റ്റിന് കർമ്മ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യത്തെ നേരെ തിരിച്ചിട്ട് നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക,
ഇവരുടെ ഈ ബിഹേവിയറിന്, പാത്തോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയറിനുള്ള ഒരു നാച്ചുറൽ കോൺസിക്വൻസസ് സാധാരണ മനുഷ്യന് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു കോൺസിക്വൻസ് ഇവരിൽ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഇവരുടെ പാത്തോളജിക്കൽ ബിഹേവിയറിന് നാച്ചുറൽ ആയിട്ട് കോൺസിക്വൻസ് എന്തായാലും ഇവർക്ക് ഉണ്ടാകും. അതാണ് കഴിഞ്ഞ ഞാൻ ഈ നാർസിസിസ്റ്റിന്റെ പല സ്റ്റേജസ് ഓഫ് ലൈഫ്, 4 സ്റ്റേജസ് ഓഫ് ലൈഫ് എക്സ്പ്ലെയിൻ ചെയ്ത ഒരു വീഡിയോയിൽ ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ പിൻ ചെയ്ത് വെക്കാം, ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് ഇത് കാണുക, അല്ലെങ്കിൽ പിന്നീടാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, തീർച്ചയായിട്ടും ലൈഫിന്റെ അവസാനത്തേക്ക് പോകുമ്പോൾ ഇവർക്ക് ഇന്നോവേറ്റബിൾ ആയിട്ട് ഇവർക്ക് കിട്ടേണ്ട ഇവരുടെ ഈ പാത്തോളജിക്കൽ ആയിട്ടുള്ള ബിഹേവിയറിന്റെ ഫലം അല്ലെങ്കിൽ അതിന്റെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു എഫക്ട് ഇവർക്ക് എന്തായാലും കിട്ടും, ഇവരുടെ സ്വഭാവത്തിൽ വരും, അല്ലെങ്കിൽ ഒരു ഡിക്ലൈൻ ഇവർക്ക് ഉണ്ടാവും. പക്ഷേ അത് നിങ്ങൾ കർമ്മ എന്ന് പറഞ്ഞ ആംഗിളിൽ ചിന്തിക്കുമ്പോൾ കാണുന്ന പോലെയുള്ള ഒരു ഡിക്ലൈനോ ഒരു എന്താ പറയുക ഒരു അടിയോ ആയിരിക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറമെ നോക്കുമ്പോൾ അപ്പോഴും നമുക്ക് അവർ സക്സസ്ഫുൾ ആയിട്ട് അവർ ജീവിതത്തിൽ വിജയിച്ച് തന്നെ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ വിജയശ്രീലാളിതനായി തന്നെ മുന്നോട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ കാണും. അതുകൊണ്ട് ഇത് കർമ്മയാണെന്ന് നിങ്ങൾക്ക് വിചാരിക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ എങ്ങനെയാണ് ഇവർക്ക് തിരിച്ചടി കിട്ടുന്നതെന്ന് പറയുന്നത്, ഇവരുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഇന്റേണൽ ആയിട്ടാണ് അവർക്ക് കിട്ടുന്നത്. അതായത് അവർ തന്നെ ഉണ്ടാക്കുന്ന ഒരു പ്രസന്റിനകത്തായിരിക്കും ജീവിതകാലം മുഴുവൻ അവർക്ക് ജീവിക്കേണ്ടി വരിക. അതിന് മാനസികമായിട്ട് ഒരു പോയിന്റിലും സെറ്റിൽഡ് ആയിട്ട് ജീവിക്കാൻ ഒരു നാർസിസിസ്റ്റിന് കഴിയില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിന് ഒന്നാമത്തെ കാരണം ഇവർ തന്നെ ഉണ്ടാക്കുന്ന ഇവരുടെ ഉള്ളിലെ ജയിലിൽ അകപ്പെട്ട ആളായിരിക്കും ഇവർ എന്നുള്ളതാണ്. അവരൊരിക്കലും ഹാപ്പി ആയിരിക്കില്ല. ഇതാണ് ഇവിടെ ഫാക്ച്വൽ ആയിട്ടുള്ള നാർസിസിസിനെ പറ്റി നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ട്രൂത്ത്. അതായത് ഇവർക്ക് ഒരിക്കലും ജെന്യുവൻ ആയിട്ടുള്ള ഹാപ്പിനെസ്സോ, ജെന്യുവൻ ആയിട്ടുള്ള സമാധാനമോ, ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമോ ഒരിക്കലും അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. കാരണം അവരുടെ പാത്തോളജിക്കൽ കണ്ടീഷൻ ഒരിക്കലും അവരെ അതിന് അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ പുറമേ കെട്ടിയുണ്ടാക്കി കാണിക്കുന്ന ഈ പെർഫോമൻസുകളിൽ ഈ സക്സസ് ആണെന്നുള്ള ഇവരുടെ പ്രകടനങ്ങളിൽ മാത്രം ഊന്നി മുന്നോട്ട് പോകാൻ, അല്ലെങ്കിൽ അത് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ മാത്രം കഴിയുന്ന എംപ്റ്റി ആയിട്ടുള്ള ഒരു ലൈഫ് ആയിരിക്കും ഇവർക്ക് ഉണ്ടാവുക. ഇവർ പുറമെ കാണിക്കുന്ന ഗ്രാൻഡിയോസിറ്റി, ആ ഗ്രാൻഡിയോസ് മാസ്ക് എന്ന് പറയുന്നത് ഒരു ഉള്ളു പൊള്ളയായ ഒരു സാധനമാണ്. ഇവർക്ക് എപ്പോഴും അങ്ങേയറ്റം ഒറ്റപ്പെടലും അങ്ങേയറ്റം ബോർഡവും എംപ്റ്റിനെസ്സും ഫീൽ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം മറ്റ് സപ്ലൈകൾ തേടി പോകാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത്. പിന്നെ ഇവർക്ക് കണക്ഷൻ ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഒരു മനുഷ്യന് ഒരു കണക്ഷൻ ഉണ്ടാക്കുന്നതിലൂടെ, മറ്റൊരു മനുഷ്യനിലൂടെ ഉണ്ടാക്കുന്ന ജെന്യുവൻ ആയിട്ടുള്ള കണക്ഷൻ, ജെന്യുവൻ ആയിട്ടുള്ള അഫെക്ഷനിലൂടെ ഉണ്ടാകുന്ന സ്നേഹം, ട്രസ്റ്റ്, അതിൽ നിന്നുണ്ടാകുന്ന ആ ഗുഡ് ഫീലിംഗ് അനുഭവിക്കാൻ ഇവർക്ക് കഴിയില്ല. കാരണം ഇവർ മറ്റൊരു ആളിനെ, മറ്റൊരു വ്യക്തിയെ ഒരു സപ്ലൈ ആയിട്ടാണ് കാണുന്നത്, ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള, അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാനുള്ള ഒരു വസ്തുവായിട്ട് മാത്രം അവർ കാണാൻ പറ്റുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യക്തിയുമായിട്ട്, അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികളുമായിട്ട് ഒരു ജെന്യുവൻ ആയിട്ടുള്ള സ്നേഹമോ ഒരു ഫ്രണ്ട്ഷിപ്പോ, ആ ഫ്രണ്ട്ഷിപ്പിൽ നിന്നുണ്ടാകുന്ന സാറ്റിസ്ഫാക്ഷനോ ഇവർക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാനായിട്ട് കഴിയില്ല. പിന്നെ ഇവർക്കുള്ള പാത്തോളജിക്കൽ ആയിട്ടുള്ള അസൂയ, അങ്ങേയറ്റം അസൂയ മനുഷ്യരോടുള്ള. അപ്പോൾ നിങ്ങളോട് തന്നെ, നിങ്ങളിൽ നിന്നും അവർക്ക് കാര്യങ്ങൾ വേണം എന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളത് മാത്രമായിരിക്കില്ല. നിങ്ങൾ ഒരിക്കലും ആ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുന്നതും കണ്ടു നിൽക്കാനോ സഹിക്കാനോ ഇവർക്ക് കഴിയില്ല. ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് ഉണ്ടാകുന്നത്, മറ്റുള്ളവരുടെ ലൈഫിൽ ബെറ്റർ ആവുന്നതും ഒക്കെ ഇവരുടെ ഉള്ളിലെ ആ അസൂയ കാരണം ഇവർ തന്നെ എരിഞ്ഞടങ്ങിക്കൊണ്ടിരിക്കും ഇത് കണ്ടുകൊണ്ട്. അപ്പൊ ഇതിന്റെ വേദന ഇവരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി വന്ന് നിങ്ങൾ ലൈഫിൽ സക്സസ് ഒക്കെ അച്ചീവ് ചെയ്യുന്ന ഒന്നും കണ്ടു നിൽക്കാനുള്ള ത്രാണി ഉള്ളവരല്ല ഇവർ. എപ്പോഴും അവരെ വെച്ച് മറ്റുള്ളവരെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഈഗോയുള്ള, എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ക്രിറ്റിസിസം കൊടുത്താൽ മതി അപ്പം നാർസിസ്റ്റിക് റേജ് വരും എന്നുള്ളത്. അപ്പോൾ ഈ ക്രിറ്റിസിസം എപ്പോഴെങ്കിലും ഇവർക്ക് എവിടെന്നെങ്കിലും കിട്ടിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വന്നുകൊണ്ടിരിക്കും. അത് കാരണം ഇവരുടെ ഉള്ളിൽ നാർസിസ്റ്റിക് റേജ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഒരു പോയിന്റ് പോലും സമാധാനം എന്ന് പറയുന്ന കാര്യം അനുഭവിക്കാൻ ഇവർക്ക് യോഗ്യതയില്ല, അല്ലെങ്കിൽ സാധിക്കില്ല എന്നുള്ളതാണ് ലിറ്ററലി. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഇവരുടെ കർമ്മ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. അതായത് ഇവർക്ക് ഈ ഒരു അവസ്ഥയിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഒരു നാർസിസിന്റെ ഏറ്റവും വലിയ കർമ്മ എന്ന് പറയുന്നത്. കാരണം വളരെ ഉള്ളു പൊള്ളയായിട്ടുള്ള ഒരു അടിഭാഗമില്ലാത്ത ഒരു കുടുക്ക എന്ന് വേണമെങ്കിൽ പറയും. എന്തിട്ട് കൊടുത്താലും തികയാത്ത, എന്ത് കിട്ടിയാലും ഒന്നും മതിയാവാത്ത, എന്ത് കിട്ടിയാലും സമാധാനം ഉണ്ടാവാത്ത രീതിയിലേക്ക് ഇങ്ങനെ ജീവിച്ച് ഇങ്ങനെ മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്ത്, ഇങ്ങനെ വാലിഡേഷൻ വാങ്ങിച്ചെടുത്ത് സോഷ്യൽ മീഡിയ വഴി പെർഫോമൻസുകൾ നടത്തി ജീവിക്കുന്ന ഒരു ജീവിതമായിട്ട് ഇവരുടെ ജീവിതം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. നിങ്ങൾ
ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഭാഗം കഴിഞ്ഞിട്ട് പിന്നീട് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് നോക്കുമ്പോൾ ഇവരുടെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന പെർഫോമൻസ് എന്ന് പറയുന്നത്, ഞാൻ സക്സസ്ഫുൾ ആണെന്ന് കാണിച്ചിട്ടുള്ള പെർഫോമൻസ് എന്ന് പറയുന്നത്, നിങ്ങൾ ക്ലോസ് ആയിട്ട് ഇരുന്ന സമയത്ത് നിങ്ങൾ അവരിൽ കണ്ടിട്ടുള്ള ആ ഫ്രജൈൽ ആയിട്ടുള്ള സെൽഫ് തന്നെയാണ്. അത് ഒരിക്കലും മാറാൻ വേണ്ടി പോകുന്നില്ല. ഇവർ വേറെ വേറെ സപ്ലൈകൾ തപ്പി പൊയ്ക്കൊണ്ടിരുന്നാലും അന്ന് നിങ്ങൾ കണ്ട അവരുടെ ഉള്ളിലെ ആ ഒരു പൊള്ളയുണ്ടല്ലോ, ആ എംപ്റ്റിനെസ്, ആ ഒന്നുമില്ലാത്ത ഒരാൾ, ഇൻസെക്യൂർ ആയിട്ടുള്ള ഒരാൾ, അയാൾ തന്നെ ആയിരിക്കും അവരുടെ ജീവിതകാലം മുഴുവൻ. ഇവിടെ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കുക, അപ്പോഴും നിങ്ങൾ വിചാരിക്കും എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾ അത് കാണണമെന്നില്ല. എക്സ്റ്റേണൽ ആയിട്ട് നിങ്ങൾക്ക് വിചാരിക്കും ഇപ്പോഴും അവരെ സഹായിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോഴും അയാൾ ഇതാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ടല്ലോ, ഇപ്പോഴും അയാൾക്ക് എന്താ പറയുക പണം കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, പണത്തിൻ്റെതായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും അവർക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ ഒബ്വിയസ്ലി കിട്ടുന്നുണ്ടായിരിക്കും. പക്ഷേ ഇന്റേണലി ആണ് ഇത് സംഭവിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഈ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ അതിനെ നോക്കിയാലേ നിങ്ങൾക്ക് ഇത് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഞാൻ നാർസിസിസ്റ്റുകളുടെ ലൈഫ് സ്റ്റേജസിന്റെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ മിഡ് ലൈഫ് കഴിഞ്ഞിട്ട് ഓൾഡ് ലൈഫിലേക്ക് പോകുന്ന പീരീഡിൽ ഇവരെ മാസ്ക് സ്ലിപ്പ് ആവുന്നതും ഇവരുടെ ടാക്ടിക്കുകൾ എല്ലാവർക്കും കാണാൻ പറ്റുന്നതും, അത്തരത്തിൽ ഇവർ ഉണ്ടാക്കി വെച്ചിരുന്ന സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഇവരുടെ ലൈഫിൽ നിന്ന് മാറിപ്പോകുന്നതും, ഇവരുടെ ഈ സ്വഭാവം കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കി ഇവരുടെ കുട്ടികൾ പോലും ഇവരിൽ നിന്ന് അകന്നു പോകുന്നതും, ഇവരുടെ എല്ലാ സപ്ലൈകളും ഇവരിൽ നിന്നും ഡിറ്റാച്ച്ഡ് ആവുന്നതും ഒക്കെ ഇവരെ അങ്ങേയറ്റം വിഷമിപ്പിക്കുകയും അങ്ങേയറ്റം ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. പക്ഷേ പുറമെ ഇവർ അപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക അവർ സക്സസ്ഫുൾ ആണെന്നും അവർക്ക് എല്ലാ കാര്യങ്ങളും കിട്ടുന്നുണ്ടെന്നും അവരുടെ ഗ്യാരണ്ടി സെൽഫ് ഒക്കെ ആയിരിക്കും അവരെപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുക. വയസ്സാവുക എന്നുള്ളതാണ് ഒരു നാർസിസിസ്റ്റ് ഏറ്റവും പേടിക്കുന്ന കാര്യം. അതിനോടൊപ്പം തന്നെ ഇറലവന്റ് ആവും, ഒറ്റപ്പെടും എന്നുള്ള പേടി. ഈ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് അവർ എത്തിപ്പെടുക. അവസാന കാലത്ത് അവർ പൈസ കൊടുത്ത് നിർത്തിക്കുന്ന ആൾക്കാരൊക്കെ അപ്പോഴും അവരുടെ കൂടെ ഉണ്ടാവും. പക്ഷെ ഇമോഷണലി അങ്ങേയറ്റം ഒറ്റപ്പെട്ട അവസ്ഥയിലായിരിക്കും അവർ ആസ് എ പേഴ്സൺ ഉണ്ടാവുക. ഇവരെ കുറിച്ച് കുറച്ചെങ്കിലും കെയർ കൊടുക്കാൻ ശ്രമിച്ചിട്ടുള്ള ആൾക്കാരെ പോലും അങ്ങേയറ്റം അകറ്റി മാറ്റുന്ന രീതിയിലുള്ള, തള്ളി മാറ്റുന്ന രീതിയിലേക്ക് ഇവർ അവസാന കാലത്ത് ഒറ്റപ്പെടും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ഒരു ഓഡിയൻസ് ആയിരുന്നു കൊണ്ട് ഇവരുടെ ഈ ഡ്രാമ ലൈഫ് എന്ന് പറയുന്ന, അവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു ഡ്രാമ നടക്കുന്ന നാടകം അല്ലെങ്കിൽ അത് നടക്കുന്ന സ്ഥലത്തിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളൊരു ചോയ്സ് നിങ്ങൾക്ക് ചെയ്യുക. അതിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ വേദിയിൽ നിന്ന് മാറി വരിക, നിങ്ങൾ അതിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ലൈഫ് തിരികെ പിടിക്കുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ കുറച്ചെങ്കിലും സമാധാനത്തിലേക്ക് എത്തുമ്പോൾ, സന്തോഷം അവസാനം നിങ്ങൾ നേടിയെടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളെ തന്നെ അവസാനം ട്രസ്റ്റ് ചെയ്തുകൊണ്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ പൂർണ്ണമായി റിക്കവർ ചെയ്ത് വരുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഏറ്റവും വലിയ വിജയമാവും. ഇത് നാർസിസിസ്റ്റിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയുമാവും. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ഇത്തരത്തിൽ പുറത്തു വന്ന് ഹീലായി നിങ്ങൾ സ്നേഹം അനുഭവിക്കുമ്പോൾ, നിങ്ങൾ ഹാപ്പിനെസ് അനുഭവിക്കുമ്പോൾ, കാരണം നിങ്ങൾ എംപാത്ത് ആയതുകൊണ്ട് തന്നെ, നിങ്ങൾ എമ്പതി കൊടുക്കാനും കിട്ടാനും പ്രാപ്തയുള്ള ആളായതുകൊണ്ട് തന്നെ സ്നേഹം എന്ന വികാരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ബ്യൂട്ടി അനുഭവിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. അത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ റിക്കവറിയിലേക്ക് വന്ന് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്നും അത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു നാർസിസിസ്റ്റിന് ഒരിക്കലും ഈ കാര്യങ്ങളൊന്നും അനുഭവിക്കാനുള്ള കഴിവില്ല എന്നുള്ളതാണ്. അവർ അനുഭവിക്കില്ല എന്നുള്ളതാണ്. ഇതിലും വലിയ നീതി നടപ്പാക്കൽ വേറെ എന്താണ് ഉള്ളത്, അല്ലെങ്കിൽ വേറെ എന്താണ് കിട്ടാനുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ അവരുടെ കർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന കാര്യം അവരെ നോക്കിക്കൊണ്ടിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ റിക്കവറിയിൽ ഫോക്കസ് ചെയ്യുക. ഓട്ടോമാറ്റിക്കലി കർമ്മ നടപ്പിലായിക്കോളും. കാരണം ഓരോ ദിവസവും നാർസിസിസ്റ്റ് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവരുടെ മൈൻഡിൽ, അവരുടെ ഉള്ളിൽ കർമ്മ നടക്കുന്നുണ്ട്, അവർ അനുഭവിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള മനസ്സിലാക്കൽ, ഫാക്ച്വൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. അങ്ങനെ ഈ ഒരു ബയാസിന്റെ ഒരു ക്ലാരിറ്റി നിങ്ങളിലേക്ക് എത്തിക്കുക, അതിനൊപ്പം തന്നെ ഇതിനകത്ത് വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇന്ന് ഈ വീഡിയോ ഞാൻ ചെയ്തത്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം ഈ വീഡിയോ ഷെയർ ചെയ്ത് കൂടുതൽ നമ്പർ ഓഫ് ആൾക്കാരിലേക്ക് എത്തിക്കുക. വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങളുടെ ലൈഫിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഈ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൽ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് പുതുതായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കമന്റ് സെക്ഷനിൽ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കമന്റുകളായിട്ട് നിങ്ങൾ എന്നെ അറിയിക്കുക, എഴുതി അറിയിക്കുക. എപ്പോഴും ഓർമ്മിക്കുക, അവർക്ക് കിട്ടേണ്ട പണിഷ്മെന്റ് അല്ല നമ്മുടെ ലിബറേഷൻ എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹീലിംഗ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലിബറേഷൻ എന്ന് പറയുന്നത്. അതിലൂടെയാണ് കർമ്മ എന്ന് പറയുന്ന കാര്യം നാർസിസിസ്റ്റിന് നടപ്പാവുക എന്നുള്ളത് കൂടെ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.